ഇങ്ങനെയുള്ള പിഴകളോട് എന്ത് പറയണ്ടേ? സത്യം പറയുന്നത് ഗതി കെട്ടിട്ട് പറയണ്ട, ഗതി കെട്ടിട്ട്. കാരണം ഉണ്ടല്ലോ, നമ്മളെപ്പോഴും പറയാറുള്ളതാണ് ഈ ടൈലുകാരുടെ സത്യം പറയുന്നത്, ഇതിങ്ങനെ ഇടരുത്, വേസ്റ്റ് ഇടല്ലേ, വേസ്റ്റ് ഇടരുത്. നിങ്ങൾ നമ്മൾ ഒരു കോൺക്രീറ്റ് ചെയ്തപ്പോൾ ഓൾറെഡി ആദ്യം ക്ലീൻ ചെയ്തു, ഏത് ട്രാപ്പിൻ്റെ ഇതെല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. നമ്മൾ മാന്യമായിട്ട് ആദ്യം ഒന്ന് പറഞ്ഞു കേട്ടാ, നോക്കണോട്ടോ അല്ലെങ്കിൽ പേപ്പർ എന്താ വയ്ക്കും, ഇത് അപ്പോസും കഴുകി വയ്ക്കും, ടൈല് കഴിയുമ്പോൾ ടൈലിൻ്റെ വെള്ളം കഴുകി വയ്ക്കും, ബാക്കിയുള്ളവർ അത് പണിയെടുത്തോട്ടെ പോകുന്നത്. ഇതാണ് അവസ്ഥ. സത്യം ഏറ്റവും കൂടുതൽ ഈ വർക്ക് കഴിഞ്ഞ് നേരിടുന്നൊരു സാധനമാണ് ഈ വക പഞ്ഞ പോക്കിരിത്തരം കാണിക്കുന്നത്. ഒരു മര്യാദ വരും മറ്റുള്ളവരും പണിക്കാരല്ല എന്ന് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുണ്ടല്ലോ ഇപ്പം ആ ബ്ലോക്കാണ്, ഇത്രയും ബ്ലോക്ക് അതിൻ്റെ അകത്ത് വന്ന സിമെൻറ്റ് ഏരിയയാണ്. ടൈലെടുക്കുമ്പോൾ സിമെൻറ്റ് കലക്കി അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് അവരുടെ പരിപാടി ചെയ്തത് അവരാണ്. നമ്മൾ ചാർജൊക്കെ ചെയ്ത് ബാത്റൂം ക്ലിയറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കാൻ നോക്കുന്നുള്ള ഒരവസ്ഥയാണ്. ഇനി അത് കുത്തിപ്പൊട്ടിച്ച് നമ്മൾ എടുക്കണം. ഇവിടെ എന്തോരം പറയും, എല്ലാ സൈഡിലും വർക്ക് വരുമ്പോൾ ടൈലറിൻ്റെ പറയും ചേട്ടാ കലക്കി ഒഴിക്കരുത്, അത് നോക്കണം, അത് ബ്ലോക്കാവും. ഇത് ഇവിടെ ആകുമ്പോൾ പുറത്തേക്ക് പൈപ്പിൻ്റെ എവിടെയും ബ്ലോക്കാണെങ്കിൽ മണ്ണിട്ട് കോൺക്രീറ്റ് ഇതെല്ലാം കഴിഞ്ഞു. ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ ചെറിയ ഒരു ഒന്നും ചെയ്യാനുള്ളത് എന്തെങ്കിലും വെച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് കലക്കി ഒഴിക്കാതിരിക്കുക. സിമെൻറ്റ് എന്ത് പറയുന്ന മേരന്മാരടുത്ത് തെരുവിളിച്ചു പോകും. ഒരുമാതിരി വാശിയാണ്, പിഴച്ച വാശി, അല്ലാതെ ഒന്നും പറയുക. ബാക്കിയുള്ള പണിയെടുത്തോട്ടെ, ബാക്കിയുള്ള എടുത്തോട്ടെ, കുഴപ്പമില്ല, ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ് പോകാനാണ്.